സമ്പ്രദായത്തിങ്കിൽ കൊടോത്തമ്മന്മാരെ, സമ്പ്രദായത്തിങ്കിൽ കൊടോത്തമ്മന്മാരെ, സമ്പ്രദായത്തിങ്കിൽ കൊടോത്തമ്മന്മാരെ. അത് വണ്ണം തന്നെ ശേഷം കുട്ടനായന്മാരെ, കുട്ടനായന്മാരെ, കുടക്കൽ നായന്മാരെ, കരുത്തിയേരി നായന്മാരെ, അടുക്കാട്ട് നായന്മാരെ, കോട്ടയിൽ നായന്മാരെ, നാടൻതട്ട് നായന്മാരെ, അങ്ങനെ തെക്കനാലപ്പൻ്റെ ദായിസ്വരവും അഞ്ഞൂറ കമ്പടിമാരും അല്ലേ, തലയിലപ്പൻ്റെ ദായിസ്വരവും അഞ്ഞൂറ് കമ്പടിമാരും, മടിയൻ ക്ഷേത്രപാലകന്റെ സ്ഥിതികൾ 250 കമ്പടിമാരും, അങ്ങനെ ഏവരോടും സമഷ്ടിയാക്കുന്നില്ല മാതാവ്. എങ്കിലും അമ്മന്മാരെ എങ്ങനെ അല്ലേ, 3 ദിനങ്ങളായല്ലോ അല്ലേ, ഏവരും ഒന്ന് കളിച്ചു തിമർത്ത് പോരുന്നത് അല്ലേ അമ്മന്മാരെ. ശേഷം വകരാവേ ശേഷം തെക്കനാക്കുറപ്പിലെന്തരവൻ കടകത്തൊരാളൻ അത് വണ്ണേ. ശേഷം വിശ്വകർമാവേ, ഉണ്ണിക്കാത്തിയ, വറക്കാത്തിയ, ബാവുത്തിയ, ഒളോർത്തിയ, ബൊമ്മാന്തിയ, ബൈക്കാത്തിയ, പനയങ്കോർത്തിയ, അങ്ങനെ എട്ടിലും ആറുകൂടെ തണക്കാട്ടുകൂറ, നടക്കാട്ടുകൂറ, പുലിക്കൂറ, കടയങ്കൽത്തുകൂറ, താഴത്ത് മണക്കാട്ടുകൂറ, തലകത്തുകൂറ, അങ്ങനെ 6 കൂറം അല്ലേ, 8 കരപരാധികളും. ശേഷം 9 12 4 കടവന്മാര്, കർത്താക്കന്മാര്, ആണ്ടൂർ നായന്മാര്, എന്ന് വേണ്ട എന്റെ ഭൂമിപുത്രന്മാര്, മാടായി നഗരം, യശോ ആദവും അഭയുടെയും പുത്രന്മാരും, അങ്ങനെ ഏവരും എല്ലാം ചേർന്നിരിക്കുന്നതായ ഈ മഹാസഭക്കകത്ത് നിന്നിട്ട് ശേഷം തറവാട്ട് പൈതങ്ങളെ അത് വണ്ണം തന്നെ. ശേഷം പൈതങ്ങളെ അത് വണ്ണം 4 വാരക്കാലമായിട്ടും ഉള്ളതായ മഹാലോകങ്ങളും എങ്ങനെ നിങ്ങളുടേതായ മുൻപിൽ നിന്ന് ഒന്ന് മറഞ്ഞു നിൽക്കാമല്ലേ. എവിടെയാണ് മാതാവാൻ സന്താനം ചെയ്യേണ്ടത്? ഈ 3 ദിനം അല്ലേ, ഏവരും ഈ മാതാവിൻ്റെതായ പാദമംഗലങ്ങളിൽ ഒന്ന് വീണുരുണ്ട് കളിച്ചു, സായുജ്യം തേടി അല്ലേ. എങ്ങനെ സായുജ്യം കിട്ടിയോ നിങ്ങൾക്ക് അല്ലേ? പരമപ്രധാനമായിരിക്കുന്നതായ ആ സായുജ്യം അല്ലേ, അങ്ങനെയുള്ളതായ മനസുഖം അല്ലേ, അത് വേണമല്ലോ നമ്മൾക്ക് ഓർക്കും അല്ലേ അമ്മന്മാരെ. ഇത്രയും പ്രയത്നിച്ച് അല്ലേ മാതാവെന്നിരിക്കുന്നതായ ആ കർമ്മ വഴിയെങ്കിൽ നമ്മൾക്ക് വേണ്ടുന്നതായ മനോസുഖം അത് നമ്മൾക്ക് കിട്ടണ്ടേ അല്ലേ. എങ്ങനെ വേണ്ടുവോളം കിട്ടിയോ നിങ്ങൾക്ക് അല്ലേ? മനം കുളിർത്തു, പഞ്ചേന്ദ്രിയങ്ങളും കുളിർത്തു അല്ലേ അമ്മന്മാരെ. അത് വണ്ണം തന്നെ അത്രയല്ലേ തരാൻ പറ്റും മാതാവിന് അല്ലേ. എങ്കിലും നിങ്ങളുടേതായ മുൻപിൽ നിന്ന് അല്പത ഒന്ന് മറഞ്ഞു നിൽക്കാം. ഇനി എന്ന് കാണാൻ സാധിക്കും? 1 സംവത്സരം തികയണം അല്ലേ. കാലമാകുന്നതായ ആ മഹാകാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ അമ്മന്മാരെ.
അല്ലേ നായന്മാരെ? അല്ലേ, ആ കാലചക്രം തിരിഞ്ഞു പോരുന്ന കാലത്തിങ്കിൽ കാളപാശം എന്നിരിക്കുന്നതായ ആ വിപത്തിനൊന്നും ഞങ്ങളെ ഇട്ടുകൊടുക്കാതൊക്കെ വണ്ണം ഈ മാതാവ് ഞങ്ങൾക്ക് രക്ഷ തരണം. അല്ലേ അമ്മന്മാരെ? അതല്ലേ വേണ്ടതും. അല്ലേ നായന്മാരെ? അല്ലേ അല്ലേ നാലുമാറക്കകത്തെ മഹാലോകരെ? അല്ലേ രക്ഷയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അല്ലേ ആദിപരാശക്തിയായിരിക്കുന്നതായ എന്നെ തന്നെയാണല്ലോ വർഷങ്ങളായിട്ട് നിങ്ങൾ ആരാധിച്ചു പോരുന്നത്. അല്ലേ അമ്മന്മാരെ? അല്ലേ, എങ്കിലും എല്ലാ ശക്തികളുടെയും ഭാവം, അല്ലേ, എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതായ ഭാവം ഞാൻ തന്നെയല്ലേ? ശിവന് പോലും ചലിക്കണമെങ്കിൽ ഞാൻ വേണം, അല്ലേ? ശക്തിയില്ലെങ്കിൽ ശിവന് ചലനമുണ്ടാകില്ലല്ലോ, അല്ലേ? ആയത് വണ്ണം അങ്ങനെയുള്ളതായ നിങ്ങളെന്നിരിക്കുന്നതായ പുരുഷാർത്ഥമെന്നിരിക്കുന്നതായ, അല്ലേ, കർമാർത്ഥരോപമോക്ഷമായിരിക്കുന്നതായ ചതുർവിധമായിരിക്കുന്നതായ പുരുഷാർത്ഥത്തെ നേടണമെങ്കിൽ, അല്ലേ, മാതാവിൻ്റെ പാദപങ്കിലങ്ങളിൽ ഒന്ന് വീണുരുണ്ട് കളിക്കണം. അതായത് വണ്ണം ഇപ്പോഴത്തെങ്കിൽ ഒന്ന് അന്തർദാനം ചെയ്യാം. എവിടെയാണ് മാതാവ് ഒന്ന് ശയിക്കേണ്ടത്? നിങ്ങൾ ഏവരും കെട്ടിത്തിരിക്കുന്നതായ ഈ പള്ളിയറക്കകത്താണോ മാതാവ് ശയിക്കേണ്ടത്? അതോ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്നതായ നിങ്ങളെന്ന ശരീരമെന്ന ക്ഷേത്രം, അല്ലേ, ഹൃദയമെന്നിരിക്കുന്നതായ ആ ശ്രീകോവിലെങ്കിൽ അല്പത ഒന്ന് ശയിക്കാം. അല്ലേ അമ്മന്മാരെ? അത് വണ്ണം നിഷ്കളങ്ക ഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ നിങ്ങളുടേതായ ഓരോരുത്തരുടേതായ ആ കറകളഞ്ഞ മനത്തെങ്കിൽ ഒന്ന് ശയിക്കട്ടോ മാതാവ്, അല്ലേ? എങ്കിലും നിങ്ങളുടേതായ അനുവാദമല്ലേ എനിക്ക് വേണ്ടത്, അല്ലേ? എങ്ങനെ മാതാവിന് പോകാൻ സാധിക്കുന്നില്ല, അല്ലേ? കൊത്തിപ്പറന്ന് പോകാനും പറ്റില്ല, ഇട്ടുകളഞ്ഞ് ചാടാനും പറ്റില്ലല്ലോ മാതാവിന്, അല്ലേ? അത്ര ബന്ധമല്ലേ? അല്ലേ അമ്മന്മാരെ? 400 വർഷം, അല്ലേ, അങ്ങനെ ഒഴിക്കുന്നതായ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മന്മാരെന്നിരിക്കുന്നതായ കൂടെ പുറപ്പെട്ട് ചൈതന്യമല്ലേ ഞാൻ? അത് വണ്ണം അങ്ങനെ ഇരിക്കുന്നതായ മാതാവ് ഒരു സംവത്സരമാകുന്നതായ കാലം വരേക്കും നിങ്ങളെന്ന മുൻപിൽ നിന്ന് ഒന്ന് പറഞ്ഞു നിൽക്കാം, അല്ലേ? അത് വണ്ണം അന്ന് അനേകം, അല്ലേ, ദുഷ്ടനിഗ്രഹം ചെയ്തിട്ടുണ്ടായിരുന്നു മാതാവ്, അല്ലേ? ചണ്ടമുണ്ടന്മാരെ വധിച്ച് ചാമുണ്ടിയായിട്ടും രക്തബീജാസുരന്മാരെ വധിച്ച് രക്തേശ്വരിയായിട്ടും, അല്ലേ, ഗൗരിയായിട്ടും ശാംഭവിയായിട്ടും കാളിയായിട്ടും കൂളിയായിട്ടും കരകാളിയായിട്ടും, അല്ലേ, അങ്ങനെ പല നാമത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും എന്നെ ആരാധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, അല്ലേ അമ്മന്മാരെ? അല്ലേ നാലുമാറക്കാലത്തെ മഹാലോകരെ? അത് വണ്ണം തന്നെ പല വിധത്തിലും ആരാധിക്കാം, അല്ലേ? നവരാത്രി വേളകളിൽ 9 ദിനങ്ങളിൽ 9 നാമധേയത്തിൽ എന്നെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ, അല്ലേ? അത് വണ്ണം അങ്ങനെ ഇരിക്കുന്നതായ മാതാവ് നിങ്ങളുടേതായ മുൻപിൽ നിന്ന് അല്പത ഒന്ന് മറഞ്ഞു നിൽക്കാം, അല്ലേ? ഇനി കൂടിക്കാണുന്നതായ കാലം വരേക്കും രോഗഭയങ്ങളോ അഗ്നിഭയങ്ങളോ വിഷഭയങ്ങളോ മാരിഭയങ്ങളോ ശത്രുഭയങ്ങളോ ഇതൊന്നും വരുത്താതൊക്കെ വണ്ണം ഈ അന്നപൂർണേശ്വരിയായിരിക്കുന്നതായ മാതാവ് ഞങ്ങൾക്ക് രക്ഷ തരണം. ഉണ്ടോ? ശംഖുധ്വനി ഉണ്ടോ? ഇല്ലല്ലോ. ഗണ്ഡാര ശബ്ദമില്ലേ? എല്ലാം മുഴങ്ങട്ടെ എൻ്റെ അന്തർദാന വേളയെങ്കിൽ ആയിരിക്കട്ടെ. എങ്കിലും അനേകം ദുഷ്ടനിഗ്രഹങ്ങൾ ചെയ്തു പോരുന്ന കാലത്തെങ്കിൽ എൻ്റെ 30 മുക്കോടി ദേവകളും, അല്ലേ, ഏവരും അനേകമായിരിക്കുന്നതായ എങ്കിലും അന്തിമവേളയെങ്കിൽ, അല്ലേ, മടക്കി പറഞ്ഞേക്കണ്ടല്ലോ മാതാവ്. കലാടി ഭക്തിയാലല്ലേ കയ്യെടുത്തിന്, അല്ലേ? ഭണ്ണാരം വന്ന് അനേകം പുഷ്പങ്ങളാൽ എന്നെ അർച്ചിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഈ സർവേശ്വരി നിങ്ങൾക്ക് വാരിത്തന്നിരിക്കുന്നതായ ഈ അരികുസുമങ്ങളെ അന്ന് അർച്ചിച്ച പുഷ്പങ്ങൾക്ക് സാമ്യമായിട്ട് ഒന്ന് അർച്ചിച്ചോ, അല്ലേ? എങ്കിലും മുല്ല മല്ലക കൈത കനകനാറി ചെക്കി ജയമന്തികം പിച്ചകം കരിങ്കൂവളം ചെന്താമര വെന്താമര കുരുക്കുത്തിമുല്ല സൗഗന്ധികം, അല്ലേ, അങ്ങനെ സുഗന്ധമേറിയിരിക്കുന്നതായ പല പുഷ്പങ്ങളാലും എന്നെ അർച്ചിച്ചിട്ടുണ്ട്, അല്ലേ? അതെല്ലാം ഇന്ന്
ഈ മനുകുലത്തിങ്കിൽ നിങ്ങൾക്ക് അസാധ്യമല്ലേ? മർത്ത ജന്മത്തിങ്കിൽ നിങ്ങൾക്ക് അസാധ്യമാണ്. എന്നാൽ ഇന്ന് മാതാവ് വാരിത്തന്നിരിക്കുന്നതായ ഈ അരിയെ ആ പുഷ്പങ്ങളായിട്ട് സങ്കല്പിച്ച് എൻ്റെ മൗലിയെങ്കിൽ അർച്ചിച്ചോ. എങ്കിലും അന്തർദാന വേളയെങ്കിൽ അല്ലേ, ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു നാമമുണ്ട് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ. എൻ്റെ ചങ്ങാതിയുടേതായ ഗോവിന്ദനാമം അല്ലേ, അത് എല്ലാ കണ്ടത്തിൽ നിന്നും ഒന്ന് മുഴങ്ങട്ടെ. സകലവിധ പാപങ്ങളും നീക്കുന്നതായ ശബ്ദമല്ലേ അല്ലേ ഗോവിന്ദനാമം ആയിരിക്കട്ടെ. ഇപ്പോഴത്തെങ്കിൽ അന്തർദാനം ചെയ്യട്ടോ. ആയത് വണ്ണം തരങ്ങി മുഴങ്ങട്ടെ ഘണ്ടാര ശബ്ദം. ആയത് വണ്ണം ശേഷം അമ്മോന്മാരെ നാല് രോഗത്തെ മലാരോഗങ്ങളും ഇപ്പോഴത്തെങ്കിൽ അന്തർദാനം ചെയ്യാം അല്ലേ. മുഴങ്ങട്ടെ ഗോവിന്ദ.